ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി ഫുഡ് വാങ്ങാൻ പോവാണ്. ഫുഡല്ല, ഇന്ത്യൻ സ്റ്റോറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നിവിടെ നമ്മൾ പുട്ടും പോർക്കും ഉണ്ടാക്കാൻ പോവാണ്. കുറേ നാളായി അനഘയുടെ പോർക്ക് കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ പുട്ടും പോർക്കും ഉണ്ടാക്കാൻ പോവാണ്. അനഘ ഭയങ്കര കുക്കാണ് കേട്ടോ. അനഘ നല്ല അടിപൊളിയായിട്ട് കുക്കാറുള്ളൂ. വേറെ ആരും കുക്കാറില്ല, അനഘ മാത്രം കുക്ക്. അതുകൊണ്ട് അനഘയെ ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കും ഞങ്ങൾ. എന്നാലും ഞങ്ങൾക്ക് ഇന്ന് പോർക്ക് കിട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ആയിട്ട് ലീവാണ്. അപ്പൊ നദാനിയെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. പിന്നെ ബോസ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പം അവൻ ഷർമുനെ കാണാൻ വന്നതാണ്. അപ്പൊ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷർമു ആരാന്നറിയാലോ, നമ്മുടെ കഴിഞ്ഞ വ്ലോഗില് വന്ന ആളാണ് ഷർമു. ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഇവര് ഇവിടെ അല്ല അവര് സ്റ്റേ ചെയ്യുന്നത്, അവർ ഇച്ചിരി ദൂരെയാണ്, വേറെ ഒരു സ്റ്റേറ്റിലാണ് അവര് സ്റ്റേ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മള് കാണാനായിട്ട് അവരിങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ ബോസ് മാത്രമേ ഉള്ളൂ, ഷർമു ഇല്ല. അപ്പൊ ബോസിന്റെ പ്ലാനാണ് പുട്ടും പോർക്കും. അവൻ വന്ന ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ്. ഇപ്പൊ ഞങ്ങള് സാധനം വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ടേക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി സാധനം വാങ്ങിയിട്ട് വരാം. ബൈ ബൈ. സോ ഗായ്സ്, ഇപ്പൊ നമ്മള് ട്രാമിലിരിക്കുവാണ്. നമ്മള് പൊക്കോണ്ടിരിക്കുവാണ് സ്റ്റോറിലോട്ട്. മാമനെ വിളിക്കുവാണ്. മാമൻ നമ്മുടെ ബ്ലോഗിൽ വന്നിട്ടുണ്ട്. അതാണ് മാമനും ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. മാമൻ എന്നല്ല, ഞങ്ങളെല്ലാം മാമൻ എന്ന് വട്ടപ്പേരിട്ട് വിളിക്കുമെങ്കിലും മാമന്റെ പേര് അബിൻ അനിൽകുമാർ എന്നാണ്. അബിൻ അനിൽകുമാറാണ് ഇരിക്കുന്നത്. ഇത് അനൊക്കെ ഇവിടെ സൈഡിലിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ട്രാമിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഏഷ്യോ ആഫ്രോ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏഷ്യോ ആൻഡ് ആഫ്രോ അങ്ങാടി കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനി കയറി സാധനങ്ങളൊക്കെ എടുക്കണം. ഇനി നമ്മൾക്ക് കടയുടെ അകമൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഏഷ്യോ ആഫ്രോ അങ്ങാടി. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും, നമ്മുടെ കേരള ഐറ്റംസ്. തവളേനൊക്കെ കിട്ടും ഇവിടെ, തവള, ഞണ്ട്, അങ്ങനെ എല്ലാം കിട്ടും ഇവിടെ. അത് ആഫ്രിക്കക്കാരുടെ ഉണ്ട്. വേണ്ട, ദോശ വേണ്ട, പുട്ട് മതി. മസാല വേണം ഗൈസ്. ഇത് അതെ, എന്തോ ഒരു ഇല ഉണക്കിയത്, നമ്മുടെ അല്ല, എന്തായാലും ഉണക്കി വെച്ചേക്കുവാണ്. ഫംഗസ്. ഇവിടെ ഈ അപ്പൂപ്പൻ ഉണ്ടാക്കിയേക്കുന്ന അച്ചാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ഇൻറ്റു ആഫ്രോ ഷോപ്പ് ഞങ്ങൾ ഈ ഏഷ്യോ ആഫ്രോ അങ്ങാടി കവർ ചെയ്ത് വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് വരുമായിരുന്നു. ഞങ്ങൾ ഹോർലിക്സ് ഇങ്ങനെ കാണിച്ച് സൂം ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു പുള്ളി വന്നിട്ട് ഇങ്ങനെ കാണിച്ചു. ഇമോഷണൽ ഡാമേജ് ആയിപ്പോയി. ഞങ്ങൾ ഹർട്ടായി. ഈന്തപ്പഴം ഉണക്കിയതൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒത്തിരി ഉണ്ട് ഗൈസ്. എന്തൊക്കെയുണ്ട്, പുതിനപ്പാനിയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എള്ളുണ്ട് ഗൈസ്. സോറി ഗൈസ്, എനിക്ക് മാറിപ്പോയി. കുഞ്ഞിപ്പപ്പടം, നെല്ലിക്ക അച്ചാർ, നാരങ്ങ അച്ചാർ, ഈന്തപ്പഴ അച്ചാർ, വറ്റക്കുളമ്പ് മസാല, രസഗുള ഉണ്ട് ഗൈസ്. രസഗുള ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ട് ഗൈസ്. നമുക്കൊരു അച്ചാർ എടുക്കണം. ഈന്തപ്പഴ അച്ചാർ എടുത്താലും നമുക്ക്. ഈന്തപ്പഴ അച്ചാറിന് മധുരമായിരിക്കും, എനിക്ക് താല്പര്യമില്ല. നാരങ്ങ വെളുത്തുള്ളി എടുത്താലോ? വെളുത്തുള്ളി എടുത്തിട്ട് കൊള്ളൂലായിരുന്നു കഴിഞ്ഞ തവണ. നാരങ്ങ എടുത്താൽ നല്ലത്. മാങ്ങ എടുത്താലോ? മാങ്ങ ചിലപ്പോ നല്ല. നെല്ലിക്ക എടുത്താലോ? നെല്ലിക്ക നല്ലായിരിക്കും. നെല്ലിക്ക നല്ലായിരുന്നു. ആ പുള്ളിക്കാരൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. മിക്കവാറും വീണ്ടും വന്ന് ക്യാമറയിൽ ഇങ്ങനെ വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ബൈ ഗൈസ്. കേട്ടോ, ഞങ്ങൾ ഞണ്ടാന്ന് ഓർത്തു ഗൈസ്. ഇത് അതെ, പക്ഷെ ഇത് ചക്കയാണ് ഗൈസ്. ശരിക്കും കടച്ചക്കയാന്ന് തോന്നുന്നു ഗൈസ്. എഴുതി വെച്ചിട്ടുണ്ട് സബ്ജിയാന. ഇത് കൊത്തു പൊറോട്ട ഗൈസ്. ആണോ? ആര് പറഞ്ഞു? കൊത്തു പൊറോട്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ അമ്മാമം ഐസ് ഉണ്ട്. അമ്മാമം റെഡ് ബോയിൽഡ് റൈസ് ഉണ്ട്. അന്നം കുറച്ച് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരാണ് ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കൊത്തു പൊറോട്ട വെജ് ഉണ്ട്, കൊത്തു പൊറോട്ട നോൺ വെജ് ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, സ്ലൈസ്ഡ് കോക്കനട്ട് ഉണ്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്.
വേണം വേണം. അനകയാണ് നമ്മുടെ കുക്ക്. അനക തന്നെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. അനക്ക് എന്തൊക്കെയോ സാധനം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെല്ലാം കാണിച്ചു തരുന്നതായി. നമുക്കിവിടെ ചുപ്പ ചിപ്സിന്റെ അറിയത്തില്ല ഗൈസ്, നമുക്ക് എത്ര രൂപയാണെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചുപ്പാ ചുപ്സിന്റെ ഡ്രിങ്കിന്റെ വില ഇവിടെ എഴുതിയിട്ടില്ല ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് ഇത് അടിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്തോ നാരങ്ങ ഉണക്കിയതുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ 2 ദിവസം എടുക്കാണ്ടിരിക്കുമ്പോ നമ്മുടെ നാരങ്ങ ഇങ്ങനെ ഇരിക്കൂലേ, അത് ഉണക്കി പാക്കറ്റിനകത്ത് വിറ്റാ പൈസ കിട്ടും ഗൈസ്. ഓ മൈ ഗോഡ്, ബിസിനസ് തുടങ്ങണം ഗൈസ്. ഗൈസ് ഇവിടെ ടൂട്ടി ഫ്രൂട്ടി ഉണക്കി ഇട്ടേക്കുന്നു ഗൈസ്. ദൈവമേ, ഇതൊക്കെ നിങ്ങൾക്ക് നാട്ടിലും ചെയ്യാം ഗൈസ്. നിങ്ങളിത് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളൊരു ബിസിനസ് ഉണ്ടാക്കുക ഗൈസ്. നാട്ടിലിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ നാരങ്ങ ഉണക്കിയത്, ടൂട്ടി ഫ്രൂട്ടി ഉണക്കിയത്, കടല ഇങ്ങനത്തെ ഇതൊക്കെ എന്താ ഞങ്ങൾ പെട്ടിയിലാക്കി ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം, കടയിൽ കൊണ്ടുവന്ന് വിൽക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. 200 യൂറോ അടുപ്പിച്ചുണ്ട് ഗൈസ് ഇതിന്റെ വില. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നാട്ടിലിരിക്കുന്ന ഞങ്ങളുടെ വിലയും കൂലിയില്ലാത്ത അമ്മമാരും അപ്പന്മാരോടും ആണ് പറയുന്നത്. ഗൈസ് നമുക്ക് തുണ്ടമായ മീനുണ്ട് ഗൈസ്. നെമ്മീനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒരു മീനും വേണ്ട. അവക്ക് നദാനിക്ക് മീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കമന്റ് ബിലോ. ഇവിടെ നമുക്ക് കിട്ടി ഗൈസ്. ഇത് താമരത്തണ്ടാണ് ഗൈസ്. താമരത്തണ്ടൊന്നുമല്ല, ഇതെന്തോ മീനാ. മറ്റേ പാമ്പ് കണക്ക് കടലിൽ കൂടി എഴിഞ്ഞു പോകുന്ന മീൻ. ഇലക്ട്രിക് ഫിഷോ? ഇലക്ട്രിക് ഫിഷ് എന്നാണോ ഇതിന് പറയുന്നത്? എടി ക്യുക്ക് ഫ്രോസൺ സ്വാം ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഇലക്ട്രിക് ഫിഷ് എന്ന്. താമരത്തണ്ട്. ഇത് കൂന്തല ഗൈസ്. മുരിങ്ങിറച്ചി ഗൈസ്. ഇത് കൂന്തലാണ് ഗൈസ്. മുരിങ്ങിറച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. മുരിങ്ങിറച്ചി വന്ന് പറഞ്ഞ മറ്റേ ഷെല്ലിന്റെ അകത്ത് ഇരിക്കൂലേ, കക്കാന്നാ പറഞ്ഞത്. അത് കക്ക ചെറുത്, വലിയ ഷെല്ലിൽ ഇരിക്കൂലേ. ഇത് ഞങ്ങള് ഗൈസ് കിട്ടി. നമ്മള് തപ്പി നടന്ന സാധനത്തിനെ കിട്ടി. ഇതെന്നാ? ഞണ്ട്. ഇതാണോ ഞണ്ട്? ആ ശരിയാ ഗൈസ്, കാലൊക്കെയുണ്ട്. ഇതാണ് ഞണ്ട്. കുഞ്ഞി ഞണ്ടാണ് ഗൈസ്. കുഞ്ഞി ഞണ്ട് കറി ഗൈസ്. ഇവിടെ കളറായിട്ട് എന്തോ ഗൈസ്, അതെടുക്കൂ ഗൈസ്. ഒന്നാമതേ കൈ ഫ്രീസ് ആയിരിക്കും, അതിന്റെ ഇടയ്ക്ക് ഫ്രീസറിലോട്ട് കൈ. ഇതെനിക്ക് തോന്നുന്നു ഒക്ടോപ്പസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. വെട്ടിയിട്ട് ഒക്ടോപ്പസ്, കളർഫുൾ ഒക്ടോപ്പസ്. നമുക്ക് ഒരെണ്ണം മേടിച്ച് കളർ വെച്ചോ. കോക്ടെയിൽ ഫ്രൂട്ട്. കോക്ടെയിൽ ഫ്രൂട്ട്. ഒക്ടോപ്പസ്. ഈ ചേട്ടൻ നമ്മുടെ ഗൈസ് ഇവിടെ പ്രോൺസ് ഒക്കെ ഉണ്ട്. സോ ഗൈസ് നമ്മളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. 17 യൂറോ ആണ് ഗൈസ് നമുക്കായത്. 17 യൂറോ. 5 സാധനം എങ്ങാണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഇവിടുത്തെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ജിലേബി ടേസ്റ്റ് ചെയ്തായിരുന്നു. അത് ഇത്രയേ കിട്ടിയോളായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, ഒരു 8 മാസത്തിന് ശേഷം ലഡു കഴിക്കുമ്പോ എന്നാലും ലഡു അല്ലേ? അല്ല, ലഡു ആയിട്ട് തോന്നുന്നില്ല. ഇത് വേറെ എന്തോ ഒരു മാവ്. ഒന്നാമത്തെ കാര്യം ഫ്രീസ് ആയിട്ടിരിക്കുന്ന ലഡുവാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ആ മാവും നമ്മുടെ നാട്ടിലെ ആ ഒരു ലഡുവിന്റെ മാവല്ല ഇത്. പക്ക നാളിലെ ലഡു അല്ല കിട്ടുന്നതെന്ന് തോന്നുന്നു, വേറെ എന്തോ ടേസ്റ്റ് ആണ്. പിന്നെ 8 മാസം കൂടി ഒരു ലഡു കഴിച്ചതിന്റെ ഒരു ആനന്ദം ഉണ്ട് ഞങ്ങക്ക്. കൊള്ളാം. നമ്മള് ഇനി ബാക്കി വീട്ടിൽ പോർക്ക് വാങ്ങണം. ഹൽദി കറി നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നാളത്തേനും കൂടെ ഫുഡ് കഴിക്കാൻ വാങ്ങണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗും കൂടെ ഉണ്ട്. ഒരു കവർ മേടിച്ചോണ്ട് വരും. ചെറുതായിട്ട് കൈ നിൽക്കിയത്. ഇപ്പൊ ഞങ്ങള് വീണ്ടും ഒരു കൂട് വാങ്ങാൻ വന്നതാണ്. ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരു 5-6 തവണ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ കൂട് വേണോ മക്കളെ, ഒരു കൂടും കൂടെ വേണോന്ന്. 5-6 തവണ ഒന്നുമില്ല, ഒരു തവണ ഞാൻ ഇല്ലീഗളിക്ക് പോ ഒരു തവണ ചോദിച്ചു ഗൈസ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഈ ഒരു കവട് മതി. കറക്റ്റ് വെളിയിൽ ഇറങ്ങിയതും അത് പൊട്ടിപ്പോയി ഗൈസ്.